ഐശ്വര്യായിട്ട് വലത് കാലം വെച്ചിറങ്ങാല്ലേ? വലത് കാലം ചെയ്തിന്നാ പറ്റൂലേ? എന്താ എനിക്കറിഞ്ഞോട്ടോ. ഓ പറ്റൂല ഏട്ടാ, ഇടത് കാലേ പറ്റൂളൂ. എന്റെ അമ്മേ, ഓ എന്തൊരാശ്വാസം. അടിപൊളിയല്ലേ ഏട്ടാ എന്റെ വീട്? രവീണന്റെ വീടല്ലേ? ഈ വീട്ടിൽ നിന്നല്ലേ എന്നെ കെട്ടിക്കൊണ്ട് പോയത്, അപ്പൊ ഇത് എന്റെ വീടല്ലേ? കെട്ടിക്കൊണ്ടുപോയാലോചിക്കുമ്പോഴാണ് എനിക്കൊരു അല്ല കെട്ടിക്കൊണ്ടുപോയ ഓർമ്മകൾ എന്ന് പറയായിരുന്നു. മനസ്സിലാവണുണ്ട് കേട്ടാ. ഒരു സാധനം വണ്ടി വെച്ച് മറന്നിട്ടുണ്ട്, ഇറക്കണ്ടേ മാമൻ? അച്ഛന്മാർ അച്ഛാ ഓ എത്തി വാ മാമ. നല്ല ഉറക്കമായിരുന്നല്ലേ മാമ? മക്കളെ, കാരണം ഇന്നലെ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പോള ഉറങ്ങിയില്ല മക്കളെ, അതുകൊണ്ട് പിങ്കിപ്പെണ്ണുണ്ടായിരുന്നെങ്കിൽ ഒരു സഹായമായി പോയേനെ. അവക്ക് പിന്നെ ക്ലാസ്സിനൊക്കെ പോണ്ടേ മാമ? അല്ലെങ്കിലും എന്തെങ്കിലും കൂടെ സംഭവിക്കുകയാണെങ്കിൽ അവളൊക്കെ മുങ്ങക്കുമല്ലേ അവളൊക്കെ ജോലി. ചേട്ടാ ഒന്നൊന്ന് ഹെൽപ്പ് ചെയ്യ് ചേട്ടാ. പോണെങ്കിൽ പോട്ടെ. ഇങ്ങനെ മോഹം വെച്ചിട്ടിരിക്കണേ, ഇങ്ങനെ മോഹം വെച്ചിട്ടിരിക്കണ എന്ത്? ഞാൻ എനിക്കൊരു കുഴപ്പമില്ല. തന്നെ കണ്ടാലും പറയും. ഒരു വീട്ടിൽ കയറി വരുമ്പോ ഇങ്ങനെയാണോ കയറി പറഞ്ഞത്? എടീ, നമ്മളീ ഗൾഫിൽ കിടന്നുണ്ടാക്കിയ പൈസക്ക് വെച്ച വീട് അടച്ചിട്ട് ഇവിടെ നിൽക്കണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ പറയണേ? നമ്മുടെ വീട് നമ്മൾ വാടക കൊടുക്കുന്നു, അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുന്നു, അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്, വിഷമിക്കാണോ ചെയ്യേണ്ടത്? അതല്ലടി, സ്വന്തം വീട് കളഞ്ഞിട്ട് ഇവിടെ വന്ന് അച്ചി വീട്ടിൽ വന്നിരിക്കുന്ന ഒരു നാണക്കേട്. അച്ചി വീടാ? അതെന്തൊരു വർത്താനം ചേട്ടൻ പറയണത്? ഭാര്യയുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ അത്ര കുറച്ചിലൊന്നും അല്ല കേട്ടാ. രവി ഏട്ടൻ ട്രാൻസ്ഫർ ആയി പോണോണ്ട് ഒന്ന് ഇവിടെ വന്ന് നിൽക്കുമോ എന്ന് ചോദിച്ചു. വീട് അടച്ചിട്ടാ പൊടി പിടിക്കുമല്ലോ എന്ന്. അവരെ വിളിച്ചിട്ടല്ലേ നമ്മൾ ഇവിടെ ഒന്ന് താമസിക്കണം, പിന്നെ എങ്ങനെ വലിഞ്ഞു കയറി പറഞ്ഞാവും? ചുമ്മാ ഒന്നും ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞോളൂ. നീ എന്താ എഗ്രഹിച്ചിരിക്കുന്നത് ഇവിടെ? സെന്റ് അടിച്ചിരിക്കുകയാണ്. എന്തിനു സെന്റ് അടിച്ചിരിക്കുന്നത്? ഭാര്യയുടെ വീട്ടിൽ വന്ന് നിൽക്കണത് നാണക്കേടാണ്. എന്താ നാണക്കേട്? എന്റെ ചേച്ചിയുടെ വീടല്ലേ ഇത്? കണ്ട മാമന് പോലും അറിയാം ചേട്ടനാണ് ചുമ്മാ ആവശ്യമില്ലാതെ. എന്തോ മാമ നോക്കണേ? അല്ല, ഞാൻ ഈ വർഷാപ്പിഴ എവിടെ സ്ഥലം ഉണ്ടെന്നൊക്കെ നോക്കിയാണ്. ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഇല്ലേ? ചിരിക്കണ എന്റെ വീട് അവിടെ വാടകയ്ക്ക് കൊടുത്തിട്ട് ഇനി കൊടുത്തവരൊക്കെ നേരം നോക്കുമെന്ന് ആലോചിച്ച് ഞാൻ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ചിരിക്കുന്നു. അയ്യോ ചേട്ടാ, വക്കീല് ലീലാമണി ചേച്ചി ഉണ്ടല്ലോ, ക്ലിയർ ആയിട്ട് നോക്കും വീട്. വാടകയും കറക്റ്റ് സമയത്തിന് തരും. തരുന്ന് മക്കളെടാ ഇങ്ങോട്ട് വാ. തുളസിക്കുണ്ടല്ലേ ആട്ടോക്കാരൻ, അവന് മണിക്കൂർ ഒറ്റ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മക്കളെ വാ 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 ഇങ്ങോട്ട് വാ, കയറി വാ. ഇതങ്ങോട്ട് വായി എടുത്ത് തരാം. വിളി. ഓ എവിടെ ആദ്യം താമസത്തിന് പോയാലും വലത് കാലി വെച്ചേ കയറാം. ഞാൻ വലുതാലല്ലേ വെച്ചത്. ഇപ്പൊ എന്തോന്നു മാമ? നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വലത് കാലി വെച്ച കയറാം. അയ്യേ, അത് ഇടത്തെ കാലല്ലേ? ഓ, ഇടത്തെ കാലം. അപ്പം വലത് കാലി. ശരി. 1 2 3. ചേട്ടാ 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 വിഷമിച്ചിരിക്കണ? എന്താ വിഷമിച്ചിരിക്കണ? നോക്ക്, നമ്മൾ കൊറേ ആലോചിച്ചെടുത്ത തീരുമാനമല്ലേ ഇത്? ആലോചിച്ചൊക്കെ എടുത്ത തീരുമാനം തന്നെ. പിന്നെന്തിനിങ്ങനെ വിഷമിച്ചിരിക്കണ? എന്തോ ഒരു ഇതാ. രവിയേട്ടന്റെ വീട്ടിൽ വന്ന് നിൽക്കണാണ് അപ്പൊ പ്രശ്നം. തിരിച്ചു പോവാം. പിന്നെ എന്തോന്ന് വേണം? ആ ലീലാമണി ചേച്ചി വാടക ആരുടെ തരും? അതാണ് കാര്യം. എന്റെ എന്നെ തരണം. എന്ത്? ഞാനാണ് കൈകാര്യം ചെയ്യാൻ പോണത്. ഞാൻ കൈകാര്യം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ കറക്റ്റ്. ബെസ്റ്റ് ആയിരിക്കും. ചേട്ടന്റെ ഓട്ടോക്കേക്ക് ചേട്ടൻ വാടക കൈകാര്യം ചെയ്താൽ സൂപ്പർ ആയിരിക്കും. ഞാൻ ഒരു കാര്യം പറയാം, നീ അങ്ങോട്ടുള്ള ലൈഫിൽ ആകെ സപ്പോർട്ടീവ് വാടകയുടെ വരുമാനമാണ്. അത് ഓർമ്മ വേണം. അതുകൊണ്ട് എന്റെ കൈ ഓട്ട കയ്യാ? ഓ, എത്ര കോടികളിട്ട് കളിച്ചാണ് എന്റെ കൈ നിനക്കറിയാമോ? എന്നിട്ട് എവിടെ ആ കോടികളൊക്കെ? ഞാൻ കുറച്ച് കടിച്ചു തിന്നിട്ട് അങ്ങ് വിഴുങ്ങി. എനിക്ക് പറയാനുള്ളൂ. വിഷമിച്ചിരുന്നല്ലോ എന്ന് ആലോചിച്ച് സംസാരിച്ചപ്പോ ദേഷ്യം കാണിക്കണ.